പുതിയ മാറ്റത്തിനെയാണ് ഇന്ന് തുടക്കം വെച്ചത്. വാസ്തവത്തിൽ ഈ ഗ്രന്ഥാലയം എന്നൊക്കെ പറയുമ്പോൾ MC തന്നെ ഒരു ഗ്രന്ഥാലയമാണ്. ഞാൻ പലപ്പോഴും MC-യോട് പറയാറുണ്ട്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ എന്നൊരു ഡയറി ആയിട്ട് എഴുതുന്നു. ആ ഡയറി കുറിപ്പ് ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെടില്ല. അത് വേണമെങ്കിൽ മരണാനന്തരം ഞാൻ പ്രസിദ്ധീകരിച്ചുകൊള്ളാം. അങ്ങനെ ഒരു മഹാവിസ്ഫോടനം നമ്മുടെ ശൈക്ഷണിക രംഗത്ത് നടക്കേണ്ടിയിരിക്കുന്നതൊക്കെ തമാശ രൂപത്തിൽ പറയാറ്. ഞങ്ങളൊക്കെ പലപ്പോഴും ചരിത്രത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ഒരു ഫോൺ കോൾ MC-യോടാണ്. ഏതായിരുന്നാലും MC ഒക്കെ നേതൃത്വം കൊടുത്ത് ആരംഭിച്ച ഈ ലൈബ്രറിക്ക് വടകര പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു സ്വന്തം കെട്ടിടം ഉണ്ടായില്ല എന്നുള്ളത് സങ്കടകരമാണ്. വടകര താഴങ്ങാടിക്കാർ വിചാരിച്ചാൽ ഒരൊറ്റ വാട്സപ്പ് കൂട്ടായ്മ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലത്തിന് പണം സ്വരൂപിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമാണ്. ഒരു സംശയവും അക്കാര്യത്തില്ല. താഴങ്ങാടിയിൽ ഇപ്പോൾ നമ്മളെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ അവർ കൊണ്ടുതരും. അവരെ കാതിലണിയുന്ന ഒരു അരപ്പണത്തൂക്കം ഒന്നെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ തരാൻ കഴിയുന്ന മാനസികമായ പ്രതലത്തിൽ നിൽക്കുന്നവരാണ് ഇവിടെ. തീർച്ചയായിട്ടും പരിശ്രമം ഉണ്ടാകേണ്ടിയിരിക്കില്ല. അതിലിനി ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു വലിയ താഴങ്ങാടിയുടെ ഒരു സാംസ്കാരിക, രാഷ്ട്രീയ, സംഗീത പാരമ്പര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരുന്നു. അവയെ നമ്മൾ പുസ്തകം വായിക്കൽ മാത്രമല്ല, സംഗീതവും കലയും സംസ്കാരവും ഒക്കെ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ അതിലൂടെ ഒരു പുതിയ തലമുറയെ സമ്മതിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റിക്കൊണ്ടുവരുന്നു. താഴങ്ങാടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ആരോട് ചോദിച്ചാലും എന്തെങ്കിലും ഒരു അറിവിൻ്റെ ഒരു അംശം ഉണ്ടാവും. മത്സ്യക്കച്ചവടക്കാരനായാലും അതുപോലെ തന്നെ ഫർണിച്ചർ ഷോപ്പായാലും അവർക്കൊക്കെ അറിവിൻ്റേതായിട്ടുള്ള ഒരു ഭാഗം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അനുഭവങ്ങളുമായിട്ട് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാരമ്പര്യം നിൽക്കുന്ന പ്രദേശം. ഷുക്കൂറിന് ഒക്കെ ഓർമ്മയുണ്ടാവും, നമ്മളൊരു സഞ്ചാരം നടത്തിയിരുന്നു. ഒരുപക്ഷെ ഈ വടകര താഴങ്ങാടി പോലെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാടൊന്നുമല്ല, വിരലിലുണ്ടാവുന്ന പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. ബഡ്കലിൽ പോയാൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു സാംസ്കാരിക ഒരു പശ്ചാത്തലം താഴങ്ങാടിയുണ്ട്. താഴങ്ങാടിയിൽ നിന്ന് നേരെ കൊടുങ്ങല്ലൂർ പോയാലും അവിടെയും കാണാൻ കഴിയും. അവിടുന്ന് നേരെ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു തെരുവുണ്ട്, മുസ്ലിം ഏരിയ, അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള ഒരു ദാർശനിക, വിശ്വാസപരമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ ഇരിക്കുന്ന പുസ്തകത്തിൽ എത്ര 36,000 പുസ്തകങ്ങൾ, 7,000 പുസ്തകത്തിൽ എത്ര പുസ്തകങ്ങൾ ഇവിടെയുള്ള ആളുകൾ വായിച്ചു എന്ന് പറയാൻ ഞാനേതായാലും ധൈര്യപ്പെടുന്നില്ല. പുസ്തകങ്ങൾ പലപ്പോഴും വായിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വായിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സമുദായം ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുകയും. തീർച്ചയായിട്ടും വായിക്കുക. ഞാൻ വായിക്കാൻ തുടങ്ങുന്നത് MC-യെ പോലെയുള്ള ആളുകളുടെ പ്രസംഗം കേട്ടതിന് ശേഷം. കാരണം ഒരു വിവരം നമുക്ക് അറിയണമെങ്കിൽ, അതിനെ ആപ്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മളത് വായിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയാണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബാലമാഷ് ലൈബ്രറിയിലാണ് സ്കൂളിൻ്റെ ചാർജിലാണ്. MSF-കാരായിരുന്നു ഞങ്ങളൊക്കെ. സ്വാഭാവികമായിട്ടും ഞാൻ പാരമ്പര്യമായിട്ട് MSF-ആയിട്ട് സ്കൂളിൽ വന്നു. അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബി, ഉറുദു ക്ലാസ്സുകളാണ് ഉണ്ടാകുക. സാധാരണ മാഷന്മാർ പറയാം മഞ്ചേരി, പൊന്നാനി, അതുപോലെ തന്നെ മലപ്പുറം, അങ്ങനെ 3 ക്ലാസ്സുകളാണ്. 8ാം ക്ലാസ് മഞ്ചേരി, 9ാം ക്ലാസ് പൊന്നാനി, 10ാം ക്ലാസ് മലപ്പുറം. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള അറബി പഠിക്കുന്ന കുട്ടികൾ. ഞാൻ ആ ക്ലാസ്സിലായിരുന്നു. ഞാൻ മലയാളമായിരുന്നു പഠിച്ചത്. എൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത് 4ാം ക്ലാസ് വരെ അറബി മാഷ് എന്നെ അറബി പഠിപ്പിച്ചു. എന്നോടൊരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് അറബി പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ഏതായാലും അങ്ങനെ അറബി പഠിച്ചു. 4ാം ക്ലാസ്സിന് ശേഷം വീണ്ടും പഠിക്കുന്നത് ഉറുദുവാണ്. ഉറുദു മാഷ് എന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ പേര് ഞാൻ ഉറുദു ക്ലാസ്സിലേക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ, നമ്മുടെ മാഷ് പറയുന്നില്ല. അങ്ങനെ ഞാൻ ഉറുദു പഠിച്ചു. 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ എനിക്ക് എന്ന് തോന്നി മലയാളം പഠിക്കാം. പക്ഷേ എനിക്ക് എപ്പോഴേക്കും എൻ്റെ അക്ഷരം നഷ്ടപ്പെട്ടു. എന്നെ ഈ 51 അക്ഷരം എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഇപ്പോൾ ആക്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം എനിക്കിപ്പോഴും
പലപ്പോഴും മലയാളത്തിൻ്റെ അക്ഷരപ്രയോഗങ്ങളിൽ സംശയം ഉണ്ടാകും. ഞാനൊരു ഭാഷ കൂടിയാണ്. നമ്മുടെ ധ ധ ഈ പ്രയോഗങ്ങളിലും ഇതിൻ്റെ ചില എഴുത്തിൻ്റെ സമയത്തൊക്കെ സംശയങ്ങൾ ഉണ്ടാകാറ്. ഞങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, എന്തിനാണ് മലയാളത്തിൽ ഇത്രയും അക്ഷരങ്ങൾ? 51 അക്ഷരം എന്തിനാണ്? തമിഴിലൊക്കെ 10 24 അക്ഷരം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കൽ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യാൻ തമിഴ് ഭാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയാളം അവിടെ പാടുപെടുന്നത് 51 അക്ഷരങ്ങളാണ്. ഏതായിരുന്നാലും ആ അക്ഷരങ്ങളുടെ എണ്ണം നമ്മളെ കുട്ടികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന ഭാഷാ പ്രയോഗത്തിനെ ഊന്നിക്കൊണ്ടിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണുള്ളതെങ്കിൽ ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് ഭാഷകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. കടമെടുക്കുകയും കടം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഭാഷയാണ്. പക്ഷെ നമ്മളെ മലയാളം മാത്രം ഇപ്പോഴും 51ൽ മസിൽ പിടിച്ച് നിൽക്കുകയാണ്. ഓരോ ഭാഷയുടെ വാക്കുകളുടെ പ്രയോഗത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ അക്ഷരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ ഒരു ഇമേജിങ്, സങ്കല്പം എന്ന് പറയുന്നത് അവിടെ ചോർന്നു പോകും. അവിടെ കൃത്യമായിട്ടൊരു സാധനമുണ്ട്. ഭാഷ എന്ന് പറയണമെങ്കിൽ അവിടെ ഭ എന്ന് പറയുന്ന അക്ഷരമുണ്ട്, അതുപോലെ തന്നെ ഷ എന്ന് പറയുന്ന അക്ഷരമുണ്ട്. എന്നാൽ തമിഴിൽ ഇതിനൊക്കെ തന്നെ ഭാഷ എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ വിശപ്പ് എന്ന് പറയുമ്പോഴും ഒരേ അക്ഷരമാണ്. പക്ഷേ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നാണ് അവിടെ ഏത് അക്ഷരമാണ് ചേർക്കേണ്ടത് എന്നുള്ളത് അവന്റെ സങ്കല്പത്തിൽ നിന്നാണ്, അവന്റെ ഇമാജിനിൽ നിന്നാണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അക്ഷരത്തിന്റെ ഈ വലിയ പ്രളയം നമ്മളെ സങ്കല്പത്തെ പലപ്പോഴും തടസ്സം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏതായിരുന്നാലും ബാലമാഷ് എനിക്ക് ആദ്യമായിട്ട് എടുത്തു വന്ന പുസ്തകം മാർക്സിം ഗോർക്കിയുടെ അമ്മയായിരുന്നു. ബാലമാസിനുള്ള ഒന്നാം തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റാണ്, CPM-ന്റെ ഒക്കെ പ്രവർത്തകനാണ്, നല്ല കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇതുകൊണ്ടുപോയി വായിച്ചു നോക്കണമെന്നോ. ഞാൻ ഈ മാർക്സിം ഗോർക്കിയുടെ അമ്മ ആദ്യമായിട്ട് കാണും ഇത്രയും വലിയൊരു പുസ്തകം. ഞാനത് മാഷ് തന്നതല്ലേ, മോശമല്ലേ, വായിക്കാതെ വീട്ടിൽ കൊണ്ടുപോകാതിരിക്കുന്നത് മോശമാണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എനിക്കതിൻ്റെ ആ ഭാഷാ ശൈലിയും അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസിക തലത്തിലുള്ള ആളായിരുന്നില്ല. പിന്നീട് എനിക്ക് എടുത്തു തന്ന പുസ്തകം ഞാനത് പറഞ്ഞു, മാഷെ വായിച്ച് നല്ല പുസ്തകം എന്ന് പറഞ്ഞു. ഞാൻ ആ പുസ്തകം 3 4 പേജ് വായിച്ചിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് തരുന്ന പുസ്തകം മൂലധനമാണ്. മൂലധനം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാഷെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ അവരെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക ലൈനിലേക്ക് പോകണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് വായിക്കാതെ പോയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വായിക്കാത്തത് കൊണ്ടാകാം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് നമ്മളെ വായന തുടങ്ങുന്നത്. പിന്നീട് പലപ്പോഴും ചേമഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാൻ കഴിയും, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനൊക്കെ വലിയ നേതൃത്വമൊക്കെ കൊടുത്ത സ്ഥലമാണ്. ഒരുപാട് സോഷ്യലിസ്റ്റുകളുള്ള, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള സോഷ്യലിസ്റ്റുകൾക്കുള്ള സ്ഥലമാണ്. അബു സാഹിബൊക്കെ ഒരു കാലത്ത് ഒളിത്താവളമാക്കിയത് ചേമഞ്ചേരിയിലെ പഴയ നായർ ഗൃഹങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എപ്പോഴും ആ വീടുകളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവിടെയുള്ള രാഷ്ട്രീയ സംവാദം പലപ്പോഴും നടക്കും. ഇന്നത്തെ പോലെ ആളുകൾ വെറും മൊബൈലിൽ മാത്രം നിൽക്കുന്നതല്ല. രാഷ്ട്രീയ സംവാദം നടക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാവും. കാരണം നിലനിൽക്കണമെങ്കിൽ ഉത്തരം പറയണം. അങ്ങനെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല പുസ്തകങ്ങളിലേക്കും എത്തിപ്പെടുന്നതും പല സംവാദങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്യും. ആ സംവാദങ്ങളും ഇപ്പോഴും വലിയ വായനക്കാരനൊന്നുമല്ല. വല്ലപ്പോഴും പുസ്തകങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നത് വായിക്കാറുണ്ട്. ആ വായന എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അങ്ങനെ വായിച്ചോളുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പുസ്തകങ്ങൾ, ഞാൻ എൻ്റെ മോനോടൊക്കെ പറയും, ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കട്ടെ. മുസ്ലിം ലീഗിൻ്റെ MC എഴുതിയ പുസ്തകമാണ് ചരിത്രത്തിൻ്റെ ദശാസന്ധികൾ, ഒന്ന് എടുത്ത് വായിച്ചു നോക്കും. കാരണം അതുകൊണ്ട് ലല്ലബിക്കായിട്ട് പഠിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയം അത്യാവശ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ തലമുറയ്ക്ക് പോലും നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തെ അടുത്ത് അറിയാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാടകം എന്ന് പറയുന്നത് ഒരുപക്ഷെ MC ഒക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടകം, സംസ്കാരം, കല എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടന്ന ഒരു കാലമാണ്. പലപ്പോഴും ഉമ്മ അറിയാതെയാണ് റിഹേഴ്സലിന് പോകുക. അങ്ങനെ ഒരു അവിചാരിതമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഒരു നാടകം നടക്കുക. പൂക്കാട് കലാലയത്തിന്റെ നാടകമാണ്. ദാമുക്കാശ്ശേരി കാഞ്ഞിരശ്ശേരി എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള സംവിധായകനുണ്ട്. ഞങ്ങളൊക്കെ നാടക റിഹേഴ്സലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പറയാതെയാണ് പോയിട്ട് നാടകം കളിക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കല്യാണമ്മ പറഞ്ഞു, സമതിൻ്റെ ഒരു നാടകം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്നെ വിളിച്ചു. അങ്ങനെ ഉമ്മയും അതുപോലെ ഇതുപോലെയുള്ള പ്രായമൊക്കെ ആയിട്ടാണ് നാടകം കാണാൻ പോകുന്നത്. പ്രായം ചോദിച്ച് ഞാൻ നാടകം കണ്ട് ഉമ്മ നാടകം കാണാൻ വന്നത് ഞാനറിയാം. നാടകമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് വാതിലിന് മുട്ടി തുറന്നപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് ഒരു ആട്ടാണ്.
നമ്മുടെ സമുദായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മാനം മുഴുവൻ കളഞ്ഞ് ആരോ ആ തീയത്തിൻ്റെ മുന്നിൽ കല്യാണിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ നൈബറാണ്, ഞാൻ നാണം കെട്ടുപോയി എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഈ കലയും സംസ്കാരവും രാഷ്ട്രീയവും ഒക്കെ നമ്മൾ പരസ്പരം സംവദിക്കുമ്പോൾ മാത്രമാണ് അത് പുതിയ തലമുറയിലേക്ക് സംവദിക്കുക. നമ്മളത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും അത് അനുഭവിക്കാനും കഴിയും. എൻ്റെ മൂത്തമ്മയുടെ മകൻ അഭിനയിച്ച ബർക്കത്തുള്ള ഒരു പൂച്ച എന്ന് പറഞ്ഞ നാടകം, ചെറുപ്പത്തിൽ ഞാൻ അത് ആദ്യം കണ്ടു. ബർക്കത്തുള്ള പൂച്ച കൊയിലാണ്ടിയിലെ ഒരു സാംസ്കാരിക പാരമ്പര്യം, അപ്പം ചുട്ട് അവശരായി പോയിട്ടുള്ള ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം. പിയാപ്പുളമാർ സൽക്കരിച്ച് അപ്പം ചുട്ടും ഒക്കെ അങ്ങനെ ദരിദ്രമായി പോകുന്ന ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം പറയുന്ന നാടകം. സ്കൂളിലാണ് നാടകം കളിക്കുന്നത്. പക്ഷേ നാടകത്തിന്റെ ദിവസം എൻ്റെ വല്യമ്മാവൻ ഉടനെ ഒരു നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ആ നാടകം കാണാനോ വല്ല പരിപാടിക്കോ പോകാൻ പാടില്ല. സ്ത്രീകളും വലിയ പുരുഷന്മാരൊന്നും പോയില്ല. കുട്ടികളായിട്ടുള്ള ഞങ്ങളൊക്കെ ഒളിച്ചു നിന്ന് കൊയിലാണ്ടി മാപ്പിള ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ പോയി നിന്ന് ഈ നാടകം കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം സമുദായിക പശ്ചാത്തലം എന്ന് പറയുന്നത് ആ ഒരു കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരും. ലൈബ്രറി എന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് ഏത് കാലം മുതലാണ് മുസ്ലിം സമുദായത്തിനകത്തേക്ക് വ്യാപകമായി തുടങ്ങിയത്? മുസ്ലിം നവോത്ഥാനത്തിന്റെ കാലത്താണ്. അപ്പൊ മുസ്ലിം നവോത്ഥാന ശില്പികളായിട്ടുള്ള ആളുകൾ അവർ വായിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു. CH എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചില്ലായിരുന്നെങ്കിൽ എംസിക്ക് CHന്റെ പുസ്തകം എഴുതാൻ കഴിയില്ല. CH ജീവിച്ചത് കൊണ്ടാണ്. CHന്റെ അനുഭവങ്ങളാണ് ആ പുസ്തകങ്ങളായിട്ട് മാറിയത്. അപ്പൊ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി എന്താകണം, ഒരു ഫ്ലെക്സിബിൾ ആകുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, നിങ്ങൾ ഭഗവാൻ കാലം മാറുന്നു എന്ന് പറഞ്ഞ നാടകം കണ്ടിട്ടുണ്ട്? ശുക്കൂറൊക്കെ കാണാൻ സാധ്യത കണ്ടിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വിവാദം ഉണ്ടായ RSSകാര് പരസ്യമായിട്ട് കയറി ആക്രമിച്ച് കളഞ്ഞൊരു നാടകമായിരുന്നു KPSCയുടെ ഭഗവാൻ കാലം മാറുന്നു നാടകം നിരോധിച്ചത്. ഈ നാടക നിരോധനം നടന്നു കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ ഇത് അന്നത്തെ വീഡിയോ കാസറ്റ് വളരെ സ്വകാര്യമായിട്ട് ഒരു കള്ളക്കടത്ത് കഞ്ചാവൊക്കെ കൊണ്ടുവന്നതിൽ ഒരാൾ അരയിൽ വെച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഭഗവാൻ കാലം മാറുന്നുള്ള നാടകമാണ്, നമ്മൾ തീർന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. ലീഗ് ഓഫീസിൽ പോവുക, അങ്ങനെ ലീഗ് ഓഫീസിലൊക്കെ തിയേറ്റർക്കാരോട്ട് നോക്കി ഭഗവാൻ കാലം മാറുന്ന നാടകം കാണുക. നാടകത്തിന് അത്ര വലിയ ഗാംഭീര്യതയൊന്നുമില്ല. സാധാരണ KPSCയുടെ ഒരു രാഷ്ട്രീയ നാടകം. പക്ഷെ ആ രാഷ്ട്രീയ നാടകത്തിൽ പറയുന്ന ഒരു പരാമർശമുണ്ട്. അതിലൊരു ഉസ്താദ് വരുന്നുണ്ട്, ഒരു സാധാരണ ഒരു മൊല്ലാക്ക് വരികയാണ്. മൊല്ലാക്കോട് പറയും, ചാക്കില് ഭഗവാന്റെ വിഗ്രഹമാണ്, ചാക്കിനകത്ത് ഭഗവാന്റെ വിഗ്രഹം കാണാൻ അടിച്ചു മാറ്റി കൊണ്ടുപോകുക. ആ വിഗ്രഹം കൊണ്ടുപോകുന്ന അവസരത്തിൽ ഈ ചാക്കെടുത്ത് മൊല്ലാക്ക കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ തലയിൽ ഇങ്ങനെ നനയുക. അപ്പോൾ ഉടനെ തന്നെ ഇയാൾ നോക്കുമ്പോൾ ഭഗവാൻ മൂത്രമൊഴിച്ചത്, ചാക്കിന്റെ മൂത്രമൊഴിച്ചത്. ഇയാളൊരു ഡയലോഗ് ഉണ്ടാവും, അല്ല ഹംക്ക് എന്താ ശിവനോ അല്ലെങ്കിൽ പിന്നെ നാരായണനോ എനിക്ക് ഓർമ്മയില്ല, നിന്റെ തല നെജസാക്കിയില്ല ശൈത്താൻ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്നത്തെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ, ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു മൗലവി അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞാൽ, അല്ലെങ്കിൽ സങ്കല്പത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ, ഒരു നാട്ടിൽ ഏറ്റവും വലിയ കലാപം ഉണ്ടാക്കാൻ അത് മതി. പക്ഷെ അന്ന് അതിന്റെ പേരിൽ എല്ലാ നാടകം നിരോധിച്ചത്. മൗലവി അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല നിരോധിച്ചത്. ഭഗവാൻ കാലം മാറുകയാണ്, ഭഗവാൻ എന്താണ് തൊഴിലാളി പശ്ചാത്തലത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് ആ കാലുമാറ്റം എന്ന് പറയുന്ന നാടകം നിരോധിക്കപ്പെട്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലേക്ക് താഴങ്ങാടിയിലെ സഹൃദയ സമൂഹത്തെ മാറ്റിക്കൊണ്ടുവരണം. വെറും പാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോലെ. മുമ്പുണ്ടായിരുന്ന നാടകം, ഞങ്ങളപ്പോൾ ഈ ഹാള് അതിന്റെ ഒരു സ്മരണയാണ്. MC-യുടെ ഡോക്യുമെന്ററി ഉണ്ടാക്കുമ്പോൾ MC-യുടെ കാലം അടയാളപ്പെടുത്തണമെങ്കിൽ MC പ്രസംഗിച്ചതും അതുപോലെ തന്നെ വായിച്ചതും മാത്രം പോരാ, MC അഭിനയിച്ചത് കൂടി വരണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അഭിനയത്തിന്റെ കാലം ഉണ്ടായിരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന ഈ ഹാളിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് നടന്നത്. ഏതായിരുന്നാലും ഒരു നിമിത്തമായിരിക്കാം ആ പ്രതീക്ഷ ലൈബ്രറി തന്നെ വീണ്ടും ഇവിടെ പുനരവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള അറിവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. പുതിയ പുസ്തകങ്ങൾ ഒരുപാട്. മെർനീസി, അങ്ങനെയല്ലേ പേര്, ഫാത്തിമ മെർനീസി എന്ന് പറയുന്ന മൊറോക്കോക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, അവര് സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും.
ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുക. സാധനം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മുന്നിൽ വന്നിട്ട് ഒരു ഫത്വ പറഞ്ഞു. പെട്ടെന്ന് ഇവിടുത്തെ സാധാരണ സംസാരത്തിനിടയിൽ നടക്കുന്ന ഒരു ഫത്വയാണ്. അവർ പറഞ്ഞ ഫത്വ എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരാൻ പാടില്ല എന്ന് പ്രവാചകന്റെ ഹദീസുണ്ട്. അങ്ങനെ വരുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവനും മുടിഞ്ഞു പോകും. ഫാത്തിമ മർദീസിയെ വല്ലാതെ ഹർട്ട് ചെയ്ത ഒരു സംഭവം. അങ്ങനെ പ്രവാചകൻ പറയൂ. അവർ ഒരുപാട് സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ മൗലവി എന്ന് പറഞ്ഞ ആള്, ഈ ഫത്വ കൊടുത്ത ആള് മോശക്കാരനൊന്നുമല്ല. വെറുതെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു ഫത്വ കൊടുക്കുന്ന ആളൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞു ഞാൻ കേട്ട പഠിച്ച ഫത്വയാണ്. സാധാരണ ടി മുഹമ്മദിന്റെ നാടകത്തിലുണ്ടല്ലോ, പിന്നെ തേങ്ങക്ക് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടെന്നുള്ള കേട്ടിരുന്നു. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങക്ക് സക്കാത്ത് കൊടുക്കണോന്ന് പിന്നെ ഉസ്താദിനോട് മുതലാളി ചോദിക്കും. അപ്പോ ഉസ്താദ് മുതലാളിനെ ക്ഷീണിപ്പിക്കാൻ പാടില്ലല്ലോ. ഉസ്താദ് ചോദിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൂപ്പര് പറയും നമ്മളെ അഭിപ്രായം കൊടുക്കേണ്ടതാണ്. എന്നാ പിന്നെ എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. കാരണം ഇയാളെ ആനുകൂല്യത്തിൽ ജീവിച്ചു പോകുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഫത്വ പറയുന്ന ആളായിരുന്നില്ല. അയാൾ പറഞ്ഞു ഞാൻ പഠിച്ചതാണ്, ഇന്ന ഗ്രന്ഥത്തിലുണ്ട്, പുസ്തകത്തിലുണ്ട്. മർനീസി ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ഹദീസുകൾ പഠിച്ചു. നമ്മൾ മനസ്സിലായി അന്ന് വരെ ഹദീസുകൾ കേവലമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമാക്കിയിരുന്ന ആ സ്ത്രീ അത്രയും ഹദീസുകൾ പഠിച്ചു. എന്നിട്ട് ഈ ഹദീസിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്, ഇങ്ങനെ ഒരു ഹദീസ് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു, അതിന്റെ സാമൂഹിക പശ്ചാത്തലം എന്താണ്, അതിന്റെ കാലഘട്ടം എന്തൊക്കെയാണ് എന്ന് പഠിച്ച് പുതിയ ഒരു പുസ്തകം എഴുതിയിട്ട് ലോകത്തിന് പരിചയപ്പെടുത്തി. ഞാൻ ആ ഹദീസിൽ പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരു വിഷയം മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം വലിയ പഠനങ്ങൾ നടത്തുകയും ആ പഠനത്തിലൂടെ ലോകത്തിലെ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും നിങ്ങളൊക്കെ എന്താണ് ഈ സമൂഹത്തിന് സംഭാവന ചെയ്തത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ഇവിടെ വെച്ച് സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അശ്ലീലമായി പോകും. ശ്ലീലവും അശ്ലീലവും എന്ന് പറഞ്ഞാൽ അശ്ലീലം എന്ന് പറയുന്നത് വളരെ തെറിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സുഗതകുമാരി നമ്മുടെ മാധവിക്കുട്ടി എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രി കമലാ സുരയ്യ എന്ന പേരിൽ പിന്നീട് സമൂഹ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള അവരോട് ശ്ലീലവും അശ്ലീലവും എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെ നോവലൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിന്റെ ചില അശ്ലീലതകളുണ്ടാവും. അവർ അതിന് പറഞ്ഞ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഒരു മറുപടി അവർ പറഞ്ഞു എന്താണ് ശ്ലീലം അശ്ലീലം എന്ന് ചോദിച്ചാൽ, ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഭർത്താവും ഭാര്യയും, ആ സ്ത്രീയുടെ കയ്യിൽ ചെറിയ ഒരു മുല പിടിക്കുന്ന കുട്ടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ ഭർത്താവ് അത് സന്തോഷത്തോടു കൂടി നോക്കുക എന്ന് പറയുന്നത് ശ്ലീലമാണ്. അപ്പുറത്തിരിക്കുന്ന സീറ്റിന്റെ അപ്പുറത്തിരിക്കുന്നവൻ അത് ഒളിഞ്ഞു നിൽക്കുന്നത് നോക്കുന്നത് അശ്ലീലമാണ്. അപ്പോൾ ശ്ലീലവും അശ്ലീലവും ഒരു ക്രിയയിലാണ് സംഭവിക്കുന്നത്, പക്ഷേ രണ്ട് മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് താഴങ്ങാടിയാണ്. അപ്പോ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള കൂട്ടായ്മകളുണ്ടാകും. പ്രതീക്ഷ എന്ന് പറയുന്നത് അതിന് ആ പേരിനൊരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സംഭവമാണ്. ഒരിക്കലും ഒരു സ്ഥലത്ത് വെച്ച് അവസാനിക്കുന്നില്ല. എവിടെയാണോ അവസാനിക്കുന്നത് അവിടുന്ന് വീണ്ടും ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മനുഷ്യന്റെ മനോനിലയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് പ്രതീക്ഷ. അപ്പൊ തീർച്ചയായിട്ടും താഴങ്ങാടിയിലെ സാംസ്കാരിക പശ്ചാത്തലം കൂട്ടായ്മ ഒരിക്കലും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിനൊരു പുതിയ കെട്ടിടം ഉണ്ടാകുകയും താഴങ്ങാടിയിലെ പുതിയ തലമുറ ആ കെട്ടിടത്തിലേക്ക് പുതിയ അറിവുകൾ തേടി വരികയും ചെയ്യുന്ന ഒരു കാലം തീർച്ചയായിട്ടും വിദൂരമല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് താഴങ്ങാടി പോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലമുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ കീഴക്കര എന്ന് പറയുന്നത്. കീഴക്കരയിലെ മുസ്ലിം സ്ത്രീകൾ കല്യാണത്തിന് ശേഷമാണ് എന്ത് ചെയ്യാറുള്ളത്, ഖുർആൻ പഠിക്കാൻ. ഖുർആൻ പ്രാഥമികമായിട്ട് പഠിക്കും. വിവാഹശേഷം അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് അത് ഖുർആൻ ഹൃദിസ്ഥമാക്കുക എന്ന് പറയുന്ന സംവിധാനമുള്ള സ്ഥലമാണ് കീഴക്കരയും അതുപോലെ തന്നെ കായൽപ്പട്ടണം. നമ്മൾ അതേ പശ്ചാത്തലം താഴങ്ങാടി വന്ന പോലെയുള്ള, പക്ഷേ താഴങ്ങാടിയേക്കാൾ വൃത്തിയിലും വെടുപ്പിലും
ആസൂത്രണത്തിനും വളരെ മനോഹരമാണ്. കാരണം ഒരു ചെറിയ കടലാസ് പോലും നമുക്ക് ആ തെരുവിൽ കാണാം. ഒരു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപേക്ഷിച്ച ഒരു പൊതി പോലും, ഒരു കടലാസ് കൊണ്ട് പോലും, ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല. അവിടെ അങ്ങനെ നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ, അവിടെ വലിയൊരു ലൈബ്രറി ഉണ്ട്. ഞങ്ങൾ ആ ലൈബ്രറിയിൽ പോയി. ആ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ് ഗ്രന്ഥങ്ങളുമായി, തമിഴ് പിന്നെ അറബി എന്ന് പറഞ്ഞ സാധനം. നമ്മൾ അറബി മലയാളമല്ലേ കേട്ടിട്ടുള്ളത്, എന്നാൽ തമിഴ് അറബി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ തമിഴ് അറബി എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ മുഹിയുദ്ദീൻ മാല അവർക്കുണ്ട്, നമ്മളെപ്പോലെ തന്നെ റിഫായി മാല അവർക്കുണ്ട്. അത് അവർ തമിഴ് അറബിയിലാണ് എഴുതിയിട്ടുള്ളത്, നമ്മൾ അറബി മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു സാംസ്കാരിക പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ട്. അവിടെ പോയി നമുക്ക് അവിടെ ശരിക്ക് ആളുകളൊക്കെ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും യാത്ര ചെയ്യുന്നതിന് പകരം നമ്മൾ പോകേണ്ടത് എവിടെയാണ്? ഒരു തവണയെങ്കിലും ഇടക്കരയിലേക്കും അതുപോലെ തന്നെ കായൽപട്ടണത്തിലേക്കും. അവിടെ രാജ ചോളൻ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് 1000 കാൽ പള്ളിയാണ്. അതിനകത്ത് 1000 തൂണുകളിൽ നാട്ടുനിർത്തിയിരിക്കുന്ന കരിങ്കല്ലിന്റെ നിർമ്മിതമായ ഒരു പള്ളിയുണ്ട്. ഞാനിത് പറയാൻ കാരണം, ആ പള്ളി ഈ അടുത്ത കാലത്ത് ഒരാൾ പോയിട്ട് വില പറഞ്ഞു. അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു സിറ്റി ഉണ്ടാക്കി തരും, ഈ പള്ളി നമുക്ക് പൊളിച്ചിട്ട് പൂർണ്ണമായിട്ടും കോംപ്ലക്സ് ആക്കാം. അപ്പൊ അവര് അതിൽ പകുതി വീണ് പോയി എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. രാജരാജ ചോളന്റെ കാലം മുതൽ ഉണ്ടായിരുന്ന ആ ചോള ഭരണാധികാരികളുടെ സംഭാവനയാക്കപ്പെട്ടിരിക്കുന്ന ആ പള്ളിയും എന്താവുന്നത് പൊളിക്കാൻ പോകുന്നത്. പോയ ആളുകൾ വേറെ ആരുമല്ല, നമ്മളെ കേരളത്തിൽ നിന്നുള്ളതാണ്. അത് പറഞ്ഞു കൊടുത്ത് ഇതൊന്നും പോരാ, നമ്മൾ പള്ളിയുടെ അടുത്തൊക്കെ തന്നെ കോംപ്ലക്സ് വേണം, ബിൽഡിംഗ് മുറി വേണം, എന്നിട്ട് അവിടെ ആളുകൾ വേണം, കച്ചവടം ചെയ്യണം, എന്നാലേ ലാഭം കിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ആ പള്ളിയുടെ കൂടെയാണ് ഈ ലൈബ്രറി നിലനിൽക്കുന്നത്. ഈ കരിങ്കൽ നിർമ്മിതമായ കരിങ്കൽ പാളികൾ പിന്നെ കൊണ്ട് നിർമ്മിതമായിട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള, അതിനകത്ത് AC അതുപോലെ തന്നെ ഓരോരോ സൗകര്യം, അത്രയും തണുപ്പാണ്. വായിക്കാൻ വരുന്ന ആളുകൾക്ക് ഓരോരുത്തർക്ക് ഇരുന്ന് വായിക്കാൻ പറ്റുന്നിടത്ത് ഓരോ ലൈറ്റാണ്. ഒന്നായിട്ട് ലൈറ്റ് ഇട്ട് വെക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. ഞാനപ്പോൾ അവിടെ നിന്ന് പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ 5 നേരം ലൈറ്റ് ഉണ്ടാകും, അത് വായിച്ചുകൊള്ളുക. ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് പുസ്തകം അടച്ചിട്ട് കൊടുക്കുക. അത്ര മനോഹരമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമുള്ള സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തിൻ്റെയൊക്കെ നൂറ്റാണ്ടുകളെ പാരമ്പര്യം ഉണ്ടാവും. ഒരുപക്ഷെ അത് പഴയകാല ലൈബ്രറി ആയിക്കൊള്ളണമെന്നില്ല, പിന്നീട് അത് ലൈബ്രറി ആയിട്ട് പരിവർത്തിപ്പിച്ചതാകാം. അപ്പൊ തമിഴ് സാഹിത്യത്തിന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്ന, അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു വലിയ ഗ്രന്ഥപുര. ആ ഗ്രന്ഥപുരയുടെ ഒരു ചെറിയ മാതൃകയാണ് ഇത് എന്ന് സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. വടകര താഴെയങ്ങാടിയിലുള്ള ആളുകൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു 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 സാംസ്കാരിക വിനിമയം പലപ്പോഴും ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് കുട്ടികൾക്ക് പുസ്തകം വീട്ടിലെത്തിച്ചു കൊടുക്കുക. അമ്മമാർക്കൊക്കെ തന്നെ പുസ്തകം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. ആ പുസ്തകം തിരിച്ച് അവർ ഒരാൾ പോയി കളക്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെയാണ് പുസ്തകം. കാരണം പുസ്തകം ലൈബ്രറിയിൽ വന്ന് എടുക്കുക, വായിക്കുക എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ ഒരു സ്ഥിരം സംവിധാനമായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിരിക്കുന്നു. പുസ്തകം വായിക്കുന്നത് പോലും വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ വായനാശീലമുള്ള, ലൈബ്രറിയുടെ പാരമ്പര്യമുള്ള ആളുകളാണ്. സ്പെയിനിലൊക്കെ തന്നെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്ന മുഴുവൻ പുസ്തകം ഉപയോഗിച്ചിട്ടാണ് ഒരു നദിക്ക് കുറുകെ പാലം കെട്ടിയത് എന്ന് പറയുന്നത്. ഒരു നദി മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഒരു ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും കൊണ്ടുപോയിട്ട് തൂർത്തിയിട്ടാണ് മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ പാലം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തിയിരുന്ന നമ്മൾ എങ്ങനെയാണ് വെറും മാലപ്പാട്ടുകളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ മാലപ്പാട്ടിനെ മോശമായിട്ടല്ല പറയുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് മാലപ്പാട്ടുകളായിരുന്നു. പക്ഷേ മാലപ്പാട്ടുകളും വിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്തത്? നമ്മൾ വെറും ഓതുക മാത്രമാണ് ചെയ്തത്. വളരെ കൃത്യമായിട്ടുള്ള വായനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ നഷ്ടം. 70 വയസ്സായി, എനിക്കിപ്പോൾ 52 വയസ്സായി. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ എന്നേക്കാൾ 10-15 വയസ്സ് കൂടിയവരുണ്ടാകും, കുറഞ്ഞവരുണ്ടാകും. എൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരാശരി ആരോഗ്യത്തോട് ജീവിക്കാൻ കഴിയുന്നത് ഒരു 10-12 വർഷമാണ്. അത് കഴിഞ്ഞാൽ ഞാൻ വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് പോകും. എൻ്റെ മനസ്സ് വാർദ്ധക്യത്തിലേക്ക് വരും. MC പോലെ അവതീനാകാൻ കഴിയില്ല. MC ഇപ്പോഴും ചെറുപ്പമാണ് മനസ്സുകൊണ്ട്. ശരീരം ക്ഷീണിക്കുമ്പോൾ അതിനനുസരിച്ച് പോലും മനസ്സ് ചെറുതാകുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യും?
നമ്മൾ ജീവിതത്തിന്റെ പങ്കപ്പാടുകളിലേക്ക് പോകും, കുഞ്ഞുകുട്ടികളിലേക്ക്, പരാധീനതകളിലേക്ക് പോകും. അവരെ താലോലിച്ചും വളർത്തിയൊക്കെ തന്നെ വീട്ടുകളിൽ ഒതുങ്ങി അവസാനം ഒരു വെട്ടിൽ ചുരുണ്ട് മരിക്കുക എന്ന് പറയുന്ന അവസ്ഥകൾ. ഈ 70 വയസ്സ് ജീവിച്ചിട്ട് നിങ്ങളുടെ സംസ്കാരത്തെ, നമ്മുടെ സംസ്കാരത്തെ, പാരമ്പര്യത്തിന് പ്രചോദനമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഭാഷാർത്ഥത്തിൽ വായിക്കാൻ കഴിയാതെ മരിച്ചു പോകുക എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിന് വിധേയമാകുന്നവരാണ് മുസ്ലിം സമുദായത്തിനകത്ത് ഏറ്റവും കൂടുതൽ അതാണ്. 30 ജുസ് ഓതാറുണ്ട്, എല്ലാ റമദാൻ മാസവും പോയി, യാതൊരു സംശയമില്ല, ഓതുന്നതിൽ ഞാനത് വരുന്നത്. പക്ഷേ 30 ജുസിൽ തന്റെ വിശുദ്ധമായിട്ടുള്ള വരികളിലൂടെ ലോകത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, ജനതയെക്കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മലയാളം അറിയാവുന്ന, ഭാഷയെക്കുറിച്ച് അറിയാവുന്ന, ട്രാൻസ്ലേഷൻ പരിഭാഷയുടെ ഗ്രന്ഥം കിട്ടിയിട്ടും വായിക്കാൻ കഴിയാതെ ജീവിതം എന്താണ് ഓതി ഒതുക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ അങ്ങനെയാണ്. നമ്മളിപ്പോ ജീവിതത്തിൽ നമ്മൾ 30 ജുസ് ഓതാന്ന് പറഞ്ഞാൽ എല്ലാവരും ഓതിയിട്ടുണ്ടോ? 10-30 ഓതി എന്ന് പറയുന്നത് എല്ലാ റമദാൻ മാസം ഓതാറുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു വേള തൻ്റെ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ അതിൽ പരം വലിയ നഷ്ടം ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു. നമ്മൾ നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ സ്വന്തം ഭാഷയിൽ തിരിച്ചറിയാൻ അവസരമുണ്ടായിട്ടുകൂടി, അവസരമില്ലെങ്കിൽ നമുക്കതിൽ സങ്കടമില്ല. അവസരം ഉണ്ടായിട്ട് കൂടി നഷ്ടപ്പെട്ടു പോകുന്ന, പുതിയ വായനകൾക്ക് വിധേയമാക്കാൻ കഴിയാത്ത വിധത്തിൽ ചിന്ത മരവിച്ചു പോകുന്നതിൽ നഷ്ടം സംഭവിച്ചു പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾക്കാണ്, പുതിയ തലമുറയ്ക്കാണ് എന്നുള്ളതാണ് വസ്തുത. വിശുദ്ധ ഖുർആൻ തന്നെ നിരന്തരമായ പുതിയ വായനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം അല്ല കേട്ടോ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളല്ല വായിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ വായനകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, ഇതര സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകളാണ്, ഇതര പ്രശ്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ RSSകാരൻ പറയുന്ന അതേ ശൈലി തന്നെയാണ് വിശുദ്ധ ഖുർആന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ അടുത്ത ദിവസം അക്ബർ MM അക്ബറും അതുപോലെ തന്നെ പിന്നെ ജബ്ബാർ മാഷും തമ്മിൽ സംവാദം ഉണ്ടായത്. നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ RSSന് സമാനമായ രീതിയിലാണ് RSSകാരൻ പറയുന്നത്. ഭഗവത്ഗീതയിലും പിന്നെ മഹാഭാരതത്തിലും എന്തുണ്ട് മിസൈലുകളെ കുറിച്ച് പറയുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഖുർആനിലുണ്ട് എന്ത് മിസൈലുകളെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു. ഖുർആൻ അതിന് വേണ്ടിയിട്ടൊന്നല്ല. അപ്പൊ സംവാദം ഉണ്ടായി. ഞാനും ഇയാളും തമ്മിലൊരു സംവാദം ഉണ്ടായിരുന്നു. സംവാദം എന്നാൽ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇയാൾ അവിചാരിതമായിട്ട് കയറി വന്നതാണ്. അതായത് ജബ്ബാർ മാഷ് കല്യാണം കഴിച്ചത് അത്തോളിയിൽ നിന്നാണ്. അത്തോളിക്കാരിയാണ് കല്യാണം കഴിച്ചത്. അത് കോഴിക്കോട്ട് കുറെ താമസിച്ചാണ്. ഞങ്ങളൊരു യുക്തിവാദി സംഘമായിട്ട് ബന്ധപ്പെട്ട സംവാദം നടക്കുക. നമ്മൾ യുക്തിവാദി സംഘം വിചാരിച്ചിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തുകയല്ല. അബ്ദുൽ അലി മാഷ് എന്ന് പറയുന്ന ആരാന്ന് പറയുന്നത് സംസ്ഥാന യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. കാപ്പാട് വലിയ ഖാദിയുടെ മകനാണ്. അറിയാലോ. ഖുർആൻ വിമർശന പഠനം എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കേരളം ഏറ്റവും വലിയ വിവാദമുണ്ടാക്കിയ പുസ്തകമായിരുന്നു ഖുർആൻ ഒരു വിമർശന പഠനം. അത് എഴുതിയത് ജോസഫ് എടമുറക്ക് എന്ന് പറയുന്ന എത്തിസ്റ്റാണ്, യുക്തിവാദി സംഘത്തിന്റെ ആളാണ്. അയാൾക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തത് കാപ്പാട് വലിയ ഖാദിയുടെ മകനായിട്ടുള്ള ആരാണ്? അബ്ദുൽ അലി. ഖുർആൻ ട്രാൻസ്ലേഷൻ ഒക്കെ കൊടുത്ത് വായിച്ചത്. ഞങ്ങളൊരു സംവാദം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജബ്ബാർ മാഷാണ് മറുപടിയായിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങള് നമുക്ക് പറയാനുള്ളത് സാമാന്യമായിട്ടൊരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത്. സംവാദം ഉണ്ടാക്കി കാലം കഴിക്കേണ്ട അവസ്ഥയല്ല. എന്റെ യുക്തിയും നിങ്ങളുടെ യുക്തിയും വ്യത്യസ്തമാണെന്ന് ഏത് സ്കൂളിൽ സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് ഷുക്കൂറിന്റെ യുക്തിയല്ല എനിക്ക്, എന്റെ യുക്തിയല്ല ഷുക്കൂറിന്. കാരണം ഷുക്കൂറിന്റെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന രാസപ്രക്രിയയിലൂടെയാണ് യുക്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നത്. ആ രാസപ്രക്രിയക്ക് ഷുക്കൂർ കഴിക്കുന്ന ഭക്ഷണം, ഷുക്കൂറിന്റെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ MC കഴിക്കുന്ന ഭക്ഷണം, MC-യുടെ സാഹചര്യങ്ങൾ, കുടുംബ പശ്ചാത്തലം, സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ യുക്തിയെ വളരെ വ്യക്തമായിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ യുക്തിയും നിങ്ങളുടെ യുക്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് ഞങ്ങൾ അയാളോട് പറയുന്നത്. ജബ്ബാർ മാഷ, നിങ്ങൾക്ക് അള്ള ഇല്ല എന്ന് തോന്നുന്നത് നിങ്ങളുടെ യുക്തിയിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് അള്ള ഉണ്ട് എന്ന് തോന്നുന്നത് എന്റെ യുക്തിയിൽ നിന്നാണ്. നിങ്ങളുടെ യുക്തിയും എന്റെ യുക്തിയും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് കൂട്ടുമുട്ടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇയാൾ നിങ്ങൾ എവിടുത്തെ മാഷാണ്, ഈ കളവ് മാത്രം വിളിച്ചു പറയുന്ന മാഷാന്ന് പറഞ്ഞു. യുക്തിവാദികൾക്ക് ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ജനാധിപത്യ മര്യാദയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കുറച്ച് വൈകാരികതയുടെ പേരിൽ നമ്മളൊക്കെ പറയുമെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ കാണിക്കാത്തവരവരാ.
അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംവാദങ്ങൾ, കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുക്തിവാദികളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് എൻ്റെ സ്ഥലം ചേമഞ്ചേരി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം എത്തിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ യുക്തിവാദികളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, RSSകാരുണ്ട്, പിന്നെ ജനസംഘക്കാരുണ്ട്. ഇങ്ങനെ എല്ലാ ജീവികളും ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെയുള്ള വളരെ സർഗാത്മകമായിട്ടുള്ള സംവാദങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അവിടെ ഒരിക്കലും തന്നെ ഒരു സംഘടനത്തിലും കലാശിക്കാറ്. മുസ്ലിം ലീഗിന്റെ പൊതുയോഗം നടക്കുകയാണ്. പൊതുയോഗത്തിൽ സംസാരിക്കാൻ വരുന്നത് VP മുഹമ്മദ് പള്ളിക്കര MC-ക്കാരെയാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്. VP മുഹമ്മദ് പള്ളിക്കര ലീഗിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഉടനെ തന്നെ ഒരു പോസ്റ്റർ ചോദിച്ചു, ഇയാൾ എന്താണ് അശ്ലീല സിനിമ ഉണ്ടാക്കിയ ആളാണ്, പിന്നെ എന്താണ് തേന്തുള്ളി, അങ്ങനെയുള്ള സിനിമകളെ കുറിച്ചൊക്കെ തന്നെ പേര് ചെയ്തിട്ട് ഇയാൾ ഒന്നിനും കൊള്ളാത്ത മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പോസ്റ്ററുകൾ വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ലീഗിന്റെ പൊതുയോഗമാണ്. നമ്മൾ സാധാരണ അടച്ചാക്ഷേപിച്ചൊരു മറുപടി അങ്ങ് പറയുക ചെയ്യാം. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ VP മുഹമ്മദിനോട് രാവിലെ വൈകുന്നേരം 5 മണിക്ക് തന്നെ വരാൻ പറഞ്ഞു. സാധാരണ അന്നത്തെ മഗ്‌രിബിന് ശേഷമാണ് പറഞ്ഞത്. VP മുഹമ്മദ് വന്നതിന് ശേഷം ഈ പോസ്റ്ററുകളൊക്കെ പോയി വായിക്കാൻ പറഞ്ഞു. VP മുഹമ്മദ് ശരി വായിച്ചതിന് ശേഷം ഇത് ഡോക്ടർ EV ഇസ്മാങ് ആയ യുക്തിവാദി സംഘമൊക്കെ അവസാനിപ്പിച്ച് വന്ന സമയമാണ്. ലീഗിന്റെ പൊതുയോഗത്തിലാണ് വരുന്നതെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അവർ വന്നു, സംസാരിച്ചു. വളരെ കൃത്യമായിട്ട് ഖുർആന്റെ പരിഭാഷയും അതുപോലെ തന്നെ തഫ്സീർ വ്യാഖ്യാനവും വെച്ചുകൊണ്ട് ലീഗിന്റെ പൊതുയോഗത്തിൽ യുക്തിവാദികൾക്ക് പലപ്പോഴും ഞങ്ങൾ മറുപടി കൊടുക്കുന്നത്. ഇതെന്താ പറഞ്ഞാൽ അങ്ങനെയാണ് വായന എന്ന് പറയുന്ന ഒരു ശീലം. വായിക്കേണ്ടതാണ്, പിടിച്ചു നിൽക്കണമെങ്കിൽ വായിക്കണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ സംവാദം നടത്തുമ്പോൾ അത് വെറുതെ ബടായി പറഞ്ഞാൽ പോരാ, പറയണമെങ്കിൽ അതിന്റെ പേജുകളും വാക്യങ്ങളും അതിന്റെ ഘടനയും പഠിച്ചിരിക്കണം എന്ന് പറയുന്ന നിർബന്ധിതാവസ്ഥയിൽ നിന്നാണ് ഞങ്ങളൊക്കെ പലപ്പോഴും വായന തുടങ്ങുന്നത്. ആ വായന പിൽക്കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒരു ശീലമായിട്ട് മാറി. നമ്മൾ പലപ്പോഴും വായിക്കുന്നതിന് പകരം എന്ത് ചെയ്യുകയാണ്, എഴുതുക എന്ന് പറയുന്ന ഓതുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുക. ആ ഓതലല്ല നടക്കേണ്ടത്, നിർബന്ധമായിട്ടും വായന നടക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ ഓതുന്ന അവസരത്തിൽ അത് പരിഭാഷ വെച്ചിട്ടാണ് നിങ്ങൾ അത് ഓതുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ രൂപപ്പെട്ടു വരാറുണ്ട്. സംശയങ്ങളാണ് മനുഷ്യന്റെ വിജ്ഞാനത്തെ ഏറ്റവും ഉത്ഭുതമാക്കി തീർക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ്, പേര് ഞാൻ പറയുന്നില്ല, MC-ക്ക് അറിയാം, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ കൈകെട്ടിയാൽ അള്ളാഹ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. നിസ്കരിക്കാൻ കൈകെട്ടിയാലാണ് അത് ഇത് ചെയ്യുന്നത് ശരിയാണോ, ഇതിങ്ങനെ ആരോടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആരോടെന്ന് ചോദിച്ചാൽ പിറ്റേന്ന് അവൻ അന്നേരം തന്നെ കാഫറായിക്കും. നീ ഇങ്ങനെ ഉടനെ പോയി കലിമയല്ലേ എന്ന് പറയും. അങ്ങനെ ആകെ പ്രശ്നമായപ്പോഴാണ് കോഴിക്കോട് തെബിലീഗിന്റെ ദേശീയ സമ്മേളനം. അപ്പോൾ തെബിലീഗിന്റെ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ അന്ന് നമ്മൾ MSF-കാരാണ്, ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോകുന്നവരെ ആ സമ്മേളനത്തിൽ പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ അവിടെ ഒരു വലിയ പണ്ഡിതൻ ഇരിക്കുന്നുണ്ട്. വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാലൊന്നും വലിയ പണ്ഡിതനാണ്. ഇപ്പോൾ പണ്ഡിതന്മാരെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇയാൾ വലുതാണോ ചെറുതാണോ എന്നുള്ളത്. ഇയാളെ ഒരു അംശം പോലും നമുക്ക് തിരിക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ മുഷിഞ്ഞൊരു വസ്ത്രമൊക്കെ ആണ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾ അവിടെ ഇരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അയാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അയാൾ ആദ്യം കുറച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, ഈ സംശയം ഒരുപക്ഷെ ആത്യന്തികമായിട്ട് നിങ്ങൾ എന്താക്കാം, ഒന്ന് മുർത്തദ്ദാക്കാം എന്ന് പറഞ്ഞാൽ, മുർത്തദ് എന്ന് പറഞ്ഞാൽ മതഭ്രഷ്ടനാക്കാം, അല്ലെങ്കിൽ എന്താകാം നിങ്ങൾ ഏറ്റവും തിളക്കമുള്ള വിശ്വാസിയാക്കി മാറ്റി. ഈ സംശയം 2 തരത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് അയാൾ പറഞ്ഞു, എനിക്കിപ്പോ നിങ്ങൾക്ക് ദൈവം ഉണ്ടോ എന്നൊന്നും കാണിച്ചു തരാനൊന്നും കഴിയില്ല, മനുഷ്യന്റെ വിവേചനത്തിൽ നിന്നാണ് അത് തിരിച്ചറിയുന്നത്. അതിൽ അലി തൻതാബി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു 2 ഉദാഹരണങ്ങൾ മാത്രം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതനുസരിച്ചുകൊണ്ട് വായിച്ച് നിങ്ങൾ നിഗമനത്തിലെത്തണം. മനുഷ്യൻ നിഗമനത്തിലെത്തുക ചെയ്യേണ്ടത്. അള്ളാഹ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നിഗമനത്തിലെത്തണമെങ്കിൽ നിന്റെ കയ്യിൽ ഗ്രന്ഥങ്ങളുണ്ട്, നിനക്ക് സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഗ്രന്ഥങ്ങൾ പേറുന്ന കഴുതകളാണ് എന്ന് ബനി ഇസ്രായേലുകളെ കുറിച്ച് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഗ്രന്ഥം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവൻ എന്താണ്? അത് തന്നെയാണ് ഖുർആൻ. അതിന് സാക്ഷിയാണ് ഖുർആൻ. അത് പറയാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞപ്പോൾ നമ്മൾ വേണമെങ്കിൽ പറയും ലൈബ്രറിയെ കുറിച്ച് ഖുർആനിലുണ്ട്, കാരണം ഗ്രന്ഥം പേർന്ന് അങ്ങനെ വാദിക്കാനല്ല. ഖുർആൻ ബനി ഇസ്രായേലി സമുദായത്തെ കുറിച്ച് പറഞ്ഞത് അവർക്ക് വലിയ ഗ്രന്ഥം കൊടുത്തു ഞാൻ, എന്നിട്ട് എന്ത് ചെയ്തില്ല, അവരത് ചിന്തിച്ചില്ല, അവരത് പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല, അവര് ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകുന്ന കഴുതൊക്കെ തുല്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ 2 ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ആധുനിക സയൻസിൽ നമ്മൾ കേൾക്കുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അല്ലേ? ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ സംസാരത്തെ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് സംസാരത്തെ കാണാൻ കഴിയില്ല.
പക്ഷെ കാണാൻ കഴിയുന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് പരിപൂർണമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? കാണാം. അപ്പൊ കാണാത്തതിനെ ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് നമ്മൾ അള്ളാഹനെ കാണുന്നില്ല, അള്ളാന്റെ കുതിരത്തുകളെ കുറിച്ച് കാണുന്നില്ല. പക്ഷേ കാണാത്തതിനെ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്റെ മുന്നിലൂടെയൊക്കെ ശബ്ദവീചികൾ സഞ്ചരിക്കുന്നുണ്ട്. ഞാനിവിടുന്ന് പറയുന്നത് അവിടെ പോയിട്ട് എന്താണ് അതിൽ നിന്ന് ഇങ്ങനെ ശബ്ദ തരംഗങ്ങളായ നിങ്ങൾ ചുവട്ടിലേക്ക് എത്തുന്നത്. ചുവട്ടിൽ അതിനുള്ള ചില എന്താണ് ഇൻകസ് ടാപ്പിസ് എന്ന് പറഞ്ഞ ചില അസ്ഥികളൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഡ്രമ്മൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അള്ളാഹ് അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, അത് കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങളെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണത്തിന് അതിനില്ല. ഞാൻ ഉണ്ടാക്കിയ ഉപകരണമാണ് എന്താണ് ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഉപകരണം മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ മനുഷ്യന്റെ കണ്ണ് ഒരിക്കലും തന്നെ ഈ തരംഗത്തെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും കാണാൻ കഴിയാത്തതിനെ ഇല്ല എന്ന് മാത്രം നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ നമുക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിന്, മനുഷ്യന്റെ വിശ്വാസത്തിന് അന്വേഷണാത്മകമായിട്ടുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് വായനയിലൂടെയാണ്, അറിവിലൂടെയാണ്. ആ അറിവില്ലാത്തവൻ എന്ത് ചെയ്യാണ്? പുസ്തകം ചുമന്നു കൊണ്ടുപോകുന്ന കഴുതക്ക് ചിന്തിക്കാത്തവരെ കഴുതക്ക് തുല്യാവും. രണ്ടാമത്തെ അദ്ദേഹം ഉദാഹരണം ചെയ്തത് അതിലും വലിയ രസകരമായിട്ടുള്ള ഉദാഹരണമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഉദാഹരണം അലി തൻതാവി പറയുന്നത് അലി തൻതാവി വിശദീകരിക്കുന്നത്, നമ്മളെ വീട്ടിലൊക്കെ ടി വി ഉണ്ടല്ലേ, ടി വിയിലേക്ക് വരുന്ന തരംഗങ്ങൾ വിബ്ജിയോർ എന്ന് പറയുന്ന വയലറ്റ് ഇൻഡിഗോ എന്നൊക്കെ പറയുന്ന ഫിസിക്സിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന തരംഗങ്ങൾ എല്ലാ കുട്ടികൾക്കും അറിയാം. 8ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഠിക്കാറുണ്ട്. വർണ്ണങ്ങൾ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ഈ 7 എണ്ണം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു വസ്തുവിനെ കാണാൻ കഴിയുന്നതൊക്കെയാണ്. അയാൾ പറഞ്ഞു, ഈ ടി വി ഓൺ ചെയ്യുക, പക്ഷെ നിങ്ങൾക്ക് വിബ്ജിയോറുടെ കാണാൻ കഴിയില്ല. ഈ എന്താണ് നിങ്ങളെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങളെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തു എന്ത് ചെയ്യാൻ കഴിയും? ഈ വസ്തു പിക്ചർ ട്യൂബാണ് അല്ലേ? നമ്മൾ ഉണ്ടാക്കിയുള്ള പിക്ചർ നമ്മളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ പിക്ചർ ട്യൂബ് ഉണ്ടാകും. മൊബൈൽ ഫോണിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിനകത്ത് ഒരു പിക്ചർ ട്യൂബ് ഉണ്ട്. ആ പിക്ചർ ട്യൂബ് ഉണ്ടാക്കിയത് ചൈനയിലെയും അതുപോലെ തന്നെ വിയറ്റ്നാമിലെയൊക്കെ കുടിൽ വ്യവസായത്തിൽപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകളാണ്. അവരുണ്ടാക്കിയിട്ടുള്ള പിക്ചർ ട്യൂബിൽ ഈ വർണ്ണങ്ങളെ കാണാൻ കഴിയുന്നു. ഈ വർണ്ണങ്ങൾ നിന്റെ മുന്നിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. നിന്റെ ടി വിക്കാണ് അത് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ നിന്റെ കണ്ണുകൾക്ക് ഒരിക്കലും തന്നെ അത് കാണാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അത് വിബ്ജിയോറില്ല എന്ന് പറയരുത് എന്നത് വായനയിലൂടെയാണ് കണ്ടെത്തുന്നത്, അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം ഈയന്ത്രം എന്ന് പറയുന്ന ഒരു സാധനം. ഉറുമ്പിനോട് സംസാരിച്ചു സുലൈമാൻ നബി ഉറുമ്പിനോട് സംസാരിച്ചു പറഞ്ഞു. ഉറുമ്പുമായിട്ട് സംഭാഷണം നടത്തി. അപ്പോൾ നമ്മൾ പറയുന്നത് അത്രയും വലിയ ടെക്നോളജി നമ്മളെ ഖുർആനിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻ്റാണ്. ആ ഇൻസിഡൻറ്റിൽ പറയുന്നത് ഉറുമ്പുകൾക്ക് സംസാരിക്കാൻ കഴിയുമോ, മനുഷ്യന് കേൾക്കാൻ കഴിയുമെന്നുള്ള യുക്തിയല്ല പ്രശ്നം. ഉറുമ്പുകൾ സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും ഉറുമ്പുകളുടെ സംസാര ശേഷി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കേൾക്കാൻ കഴിയുന്ന ഹെഡ്സിന് എന്താണ് താഴെയാണ്. 5000 ഹെഡ്സിന് താഴെയാണ് ഒരു ഉറുമ്പിൻ്റെ സംവേദന ശബ്ദം. നമ്മൾ തേനീച്ച മൂടുന്നത് കേൾക്കാറുണ്ട്. അത് 5000 ഹെഡ്സിന് അപ്പുറത്തായതുകൊണ്ടാണ് കേൾക്കുന്നത്. മറ്റേ നമുക്ക് കേൾക്കാൻ കഴിയില്ല. എന്താണ് 5000 ഹെഡ്സിന് അപ്പുറത്ത്. എന്നാൽ 20000 ഹെഡ്സിന് അപ്പുറത്തേക്ക് പോയാലോ അത് നമുക്ക് ഒരിക്കലും തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടോ? വവ്വാൽ പ്രയോഗിക്കുന്ന പുറത്തേക്ക് വരുന്ന ശബ്ദം എത്രയാണ്? 20000 ഹെഡ്സിന് അപ്പുറത്തേക്കുള്ള ശബ്ദമാണ്. കുറഞ്ഞ രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വവ്വാൽ ശബ്ദം ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ജീവിയാണ്. കാരണം അത്രയും വലിയ ശബ്ദത്തിന്റെ എഫക്റ്റാണ് അതിന് വഴി നിശ്ചയിച്ചു കൊടുക്കുന്നത്. സിനിമ കാണാൻ പോകാറുണ്ടാവും പലരും എന്ന് കരുതുകയാണ്. ഞാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് പോകാറുണ്ട്. 20000 ഹെഡ്സ് സൗണ്ടിനപ്പുറത്തേക്കാണ് കോഴിക്കോട്ടെ 2 തിയേറ്ററിൽ ഇപ്പോൾ പുതിയ സജ്ജീകരണം ഉണ്ടാക്കുന്നത്. ആ ശബ്ദം പുറത്തേക്ക് വിട്ടാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ വന്ന് എഫക്ട് ചെയ്യും. പ്രേത സിനിമ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഹൊറർ ഫിലിം ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദ തരംഗങ്ങൾ വിടും. അപ്പോൾ നമ്മുടെ ചെവിടെ അതിനെ ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്തിരിക്കുക. വരാൻ പാടില്ല, കയറാൻ പാടില്ല. അത് ഉണ്ടാക്കിയ ലോക്ക് എന്ന് പറയുന്നത് അവൾ ഉണ്ടാക്കിയ ലോക്കാണ്. അത് നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ. പക്ഷേ ശരീരം അനുഭവിക്കും. പക്ഷേ ഈ ശബ്ദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. അപ്പൊ കാണാൻ കഴിയാത്തതിനെ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നത് മനുഷ്യന്റെ അയുക്തിയാണ്. ഈ അയുക്തിയെ തരണം ചെയ്യാൻ, തകർക്കാൻ കഴിയുന്നത് നിരന്തരമായിട്ടുള്ള വായനയിലൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് പുസ്തകം പറഞ്ഞു കൊടുക്കണം, ശാസ്ത്രം പറഞ്ഞു കൊടുക്കണം, അറിവ് പറഞ്ഞു കൊടുക്കണം. അറിവ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് പുസ്തകത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. തലനാരേഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിനെ നടത്തിയിടും ഒരു നാള് എന്ന് പറയുന്ന കെട്ടിയുടെ ഒരു നാടകത്തിൽ ഇത് ഭൂമിയാണ്. ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനതിൽ അഭിനയിച്ചു, നാടകത്തിൽ അഭിനയിച്ചു. ഇന്ത്യങ്ങാലിയിൽ റിഹേഴ്സലാണ്. അപ്പൊ ആ നാടകത്തില് ഇത് നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു കാഴ്ചപ്പാടാണ്, സാമൂഹിക പശ്ചാത്തലമാണ്. വളരെ എന്നിട്ട് അതിൽ ഒരു കുട്ടി ചോദിക്കുന്നു, അല്ല ഇപ്പൊ ഈ നരകത്തിന്റെ മുകളിൽ ഈ പാലം കിട്ടിയാൽ മുടി ഒന്നും കരിഞ്ഞൂലെന്ന്.
കുട്ടിയുടെ ഒരു യുക്തിയാണ്, നമ്മുടെ ജബ്ബാർ മാഷൊക്കെ ചോദിക്കുന്ന ഒരു യുക്തിയാണ്. ആ യുക്തി സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചോദിച്ചാൽ ഇവിടെ വാപ്പ എന്ത് കഴിഞ്ഞാൽ പോ ഹംക്കെ അവിടുന്ന് ഇല്ലാന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ചു കളയും. വാപ്പ മോളോട് പറയുന്നത് മോളെ അതങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വാപ്പാക്ക് അറിവുണ്ട്. ഈ തലനാരേടായിട്ട് കീറുക എന്ന് പറയുന്ന സങ്കല്പം പോലും എവിടെ ഇല്ലാത്തതാണ്, നമ്മൾ വിശ്വാസമായിട്ട് ബന്ധപ്പെടാത്ത സങ്കല്പമാണ്. ഹിന്ദു മുസ്ലിം സാംസ്കാരികമായിട്ടുള്ള സമന്വയത്തിൽ നിന്ന് വരുന്ന വിശ്വാസപരമായിട്ടുള്ള ചില ഘടകങ്ങളാണ്. എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞത് ഭൂമി എന്താണ് കറങ്ങുന്നത്. ഞാൻ പറഞ്ഞു ശരിയാണ്, ഉസ്താദാ പറഞ്ഞു ഭൂമി കറങ്ങുന്നുണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഉസ്താദ് എങ്ങനെയാ ഭൂമി കറങ്ങുന്നത്? അതൊരു കാളയുടെ കൊമ്പിന്റെ മുകളിലാണ് ഭൂമി ഇങ്ങനെ കറങ്ങുന്നത്. കാലെന്ന് ഉസ്താദിന് അറിയാം. എനിക്ക് വളരെ നിഷ്കളങ്കനാണ് എൻ്റെ ഉസ്താദ് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയ വലിയ മഹാപണ്ഡിതന്മാരെക്കാൾ ഞാൻ ഇന്നും റെസ്പെക്ട് ചെയ്യുന്നത് എൻ്റെ അലി ഉസ്താദിനെ. കാരണം ഒരു ചെറിയ സിഗരറ്റ് 2 കഷ്ണമായിട്ട് വലിച്ച് 50 ഉറുപ്പിക ശമ്പളവും വാങ്ങിയിട്ട് ജീവിതം മുഴുവൻ തന്നെ ഒരു മദ്രസയിലും പള്ളിയിലും തളച്ചിട്ടിട്ട് അതിനെയൊക്കെ അവസാനിച്ചു പോയിട്ടുള്ള ഒരു മൂല്യമാരെ ഒരു പരമ്പരയുണ്ട്. അവർക്ക് അങ്ങനെ സാർത്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല. ഗതികേട് കൊണ്ട് പലപ്പോഴും എന്താണ് ഈ മദ്രസകളിൽ, നമ്മളെ മദ്രസകളിൽ മുത്തവല്യമാരുടെയും മദ്രസ കമ്മിറ്റിക്കാരുടെയും സകല ആക്ഷേപങ്ങളും കേട്ട് ഇങ്ങനെ ജീവിച്ചു പോയൊരു തലമുറയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും അതിന് കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അതിന് അറിവ് പകർന്നു കൊടുക്കാൻ കിട്ടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ കാളയുടെ കൊമ്പിൽ ഭൂമി കറങ്ങുക എന്ന് പറയുന്നത് ഏത് സങ്കല്പത്തിൽ നിന്ന് വന്നതാണ്? ഹൈന്ദവ സങ്കല്പത്തിൽ നിന്നും നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് ചിന്തയിലേക്ക് ഒരു ഘടകമാണ്. അത് തന്നെയാണ് ഈ തലനാരേഴായിട്ട് കീറുക എന്ന് പറയുന്ന സങ്കല്പം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന, സിറാത്ത് എന്ന പാലം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിനപ്പുറത്താണ്. ആപ്പിൾ നിങ്ങൾ കണ്ടതുകൊണ്ടാണ്. സ്വർഗത്തിൽ ആപ്പിൾ കിട്ടുന്ന പറയുന്നത് ജബ്ബാർ മാഷ് പറഞ്ഞ ആപ്പിൾ കിട്ടുന്നു, ശരിയാണ്. ആപ്പിൾ മനുഷ്യൻ കണ്ടതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, സ്വർഗത്തിൽ ബുങ്കുർക്ക എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് പറ്റൂ? സ്വർഗത്തിൽ ബുങ്കുർക്ക എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. എങ്ങനെയാണ് കാണാൻ കഴിയുക? അതൊരു പേര് മാത്രമാണ്. ഞാനും നിങ്ങളും ഇന്നുവരെ കാണാത്തൊരു സാധനത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ പലപ്പോഴും സ്വർഗത്തിൽ പാല് പിടിക്കാനും അതുപോലെ മോര് പിടിക്കാനും അതുപോലെ തന്നെ നല്ല ചപ്പാടടിച്ച് കുറെ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ അത് നമ്മളെ സങ്കല്പത്തിൽ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സ്വർഗം. അതിനപ്പുറത്തേക്ക് സ്വർഗം എന്ന് പറയുന്ന കാഴ്ചപ്പാട് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യുക്തിക്കപ്പുറത്താണ്. ആ യുക്തിക്കപ്പുറത്തുള്ള കാര്യം ഇവിടെ വിശദീകരിച്ച് ദിവസങ്ങളോളം വയത് പറഞ്ഞത് കൊണ്ട് മുസ്ലിം സമുദായം നന്നാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ മുസ്ലിം സമുദായം നന്നായിക്കൊള്ളണമെന്നില്ല. മുസ്ലിം സമുദായം നന്നാകണമെങ്കിൽ ഖുർആൻ തന്നെ ആധികാരികമായിട്ട് പഠിക്കുകയും വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. 27-ാം രാവിലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 27-ാം രാവിലെ പറയുന്നു എന്താണ്? മലക്കുകളൊക്കെ തന്നെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഖലീൽ ജിബ്രാന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികളുണ്ട്. തണുത്ത് മരവിച്ച ഭൂമിയിലേക്ക് മാലാഖമാർ ചിറക് പറ്റി നിന്നെ കൊണ്ടുപോവുകയാണ്. സൽമാ ഖറാമയ എന്ന് പറയുന്ന കഥാപാത്രത്തെ, ഖലീൽ ജിബ്രാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രത്തെ കൊണ്ടുപോവുകയാണ്. അവളെ ആത്മാവിനെ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തണുപ്പ് വർഷിക്കുന്നുണ്ടായിരുന്നു. മാലാഖമാരുടെ ചിറകുകളിലെ തണുത്ത കാറ്റും അതുപോലെ തന്നെ തണുപ്പുമായി നിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ദൈവം കൊണ്ടുപോവുകയാണ്. അത് 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മനുഷ്യന്റെ നമ്മളെ ഭൂമിയിൽ നമ്മളൊക്കെ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 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 പ്രത്യേക ദിവസത്തിന്റെ ഏറ്റവും സൂക്ഷ്മവും ഭാവനാത്മകവും വൈകാരികവുമായിട്ടുള്ള വരികളാണത് ഖലീൽ ജിബ്രാൻ പറയുന്നത്. നമ്മൾ പറയാറുണ്ട് മലക്കുകളൊക്കെ ഇറങ്ങി വരും, അങ്ങനെ ഇറങ്ങി വരുന്ന സംഭവങ്ങൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 27-ാം രാവിലെ തായങ്ങാടിയിൽ വന്നിട്ട് ഒരു സ്വലാത്തൊക്കെ സംഘടിപ്പിച്ച് കുറെ ഐസും മുഞ്ചിയിട്ട് അരിയിലൊക്കെ നടന്ന് ചോറും തിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോ ഞാൻ പറയുന്നത് ഇതിലൊക്കെ അപ്പുറത്തേക്ക് പടച്ച തമ്പുരാൻ എന്ന് പറയുന്നതും സ്വർഗം നരകം എന്ന് പറയുന്നതും നമ്മളെ മസ്തിഷ്കത്തിനും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ പുസ്തകങ്ങളിലേക്ക് പോവുക. അള്ളാന്റെ റസൂലും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ചിന്തിക്കാനും വായിക്കാനാണ്. എന്നോട് ഒരാൾ ചോദിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോലെ എന്തിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യം അല്ലേ? വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നീ ചിന്തിക്കാൻ, ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ്. അത് വീണ്ടും വീണ്ടും എന്തിനാ പറയുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോലെ എന്ന് ജബ്ബാർ മാഷിനൊക്കെ ഒരു പക്ഷേ ചോദിക്കാൻ കഴിയും. നമ്മൾ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു മനുഷ്യന്റെ ചിന്ത സാധാരണയുള്ള ചിന്തകൾക്കപ്പുറത്തേക്കുള്ള വിവക്ഷയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും ഒരു സമുദായവും അതിന്റെ പുതിയ കാലത്തേക്കുള്ള ചലനത്തിന്റെ അടയാളമാണ് ഈ ലൈബ്രറി. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇനി ഈ ആയുസിന് അകത്ത് എപ്പോഴാണ് ഏത് സമയത്താണ് മനുഷ്യൻ ഇങ്ങനെ ഇടറി വീഴുക എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു പഴംകൂടാണ്. ഈ പഴംകൂട് കക്കാടൊക്കെ പറഞ്ഞതുപോലെ ഏതവസരത്തിലും നിലംപതിക്കാം. അപ്പോ ആ നിലംപതിക്കുന്നതിന് മുമ്പ് താഴെങ്ങാടിയിലുള്ള പുതിയ തലമുറക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്
ഇതൊരു മനോഹരമായിട്ടുള്ള എന്താണ് ഒരു കെട്ടിടമായിട്ട് ആ കെട്ടിടത്തിലേക്ക് കുട്ടികളും അമ്മമാരും ഒക്കെ കടന്നു വരുന്ന, വായിക്കാനും അറിവിന് വേണ്ടി കടന്നു വരുന്ന ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കുക. അതാണ് ഒരു സമുദായത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും. മതത്തിന് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ സമുദായത്തിന് മാത്രം ചെയ്താൽ മതി. കാരണം മതത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മതം അജീവീയമാണ്. മതത്തിന് ജീവനില്ല. ജീവനുണ്ടോ? മതത്തിന് ജീവനില്ല എന്ന് വിശ്വസിക്കുന്നത്. മതത്തിന് ജീവനില്ല. മതത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ ആരുണ്ടാകണം? മതം വിശ്വസിക്കുന്ന ഒരാളുകൾ, അനിയതയില്ല. അപ്പൊ നമ്മളാണ് മതത്തിന് ജീവൻ നൽകുന്നത്. മതത്തിന് ജീവൻ ആരാണ്? ഞാനും നിങ്ങളുമാണ്. വിശുദ്ധ ഖുർആൻ അതൊരു ഗ്രന്ഥത്തിലെ വചനമായിട്ട് അവിടെ ഉണ്ടാകും. അത് അള്ളാഹു തന്നെ അതിൽ കൃത്യമായിട്ടുള്ള കരാറ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വാളും കുന്തവും എടുത്തിട്ട് എന്താണ് പോരാടേണ്ടത്? അത് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ലോകാവസാനം വരെ അതിവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനിടയിൽ അത് മാനവികതയ്ക്ക് അനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ബാധ്യത എന്താണ്? മനുഷ്യൻ. അതാണ് നമ്മൾ സമുദായം എന്ന് പറയുന്നത്. മതം വേറെയാണ്, സമുദായം വേറെയാണ്. കാരണം സമുദായം എന്ന് പറയുന്നത് 5 നേരവും നിസ്കരിക്കുന്നവരുണ്ട്, വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവർ, ചില ആളുകൾ മഗ്‌രിബിന് മാത്രം പോകുന്നതാണ്. കാരണം മഗ്‌രിബിനാണ് കൂടുതൽ പള്ളിയിൽ ആളുകൾ ഉണ്ടാകുക. ഓരോന്നും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ എന്തിനാണോ ഇങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യം? മഗ്‌രിബിനൊന്ന് കയറുക, എല്ലാവരും ഒന്ന് കാണാമല്ലോ. നമ്മളിങ്ങനെ കഷ്ടപ്പെടണം. ഞാൻ ബാക്കിയൊക്കെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അങ്ങനെ 5 നേരം നിസ്കരിക്കുന്നവരുണ്ട്. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. തീരെ നിസ്കരിക്കാത്തവരുണ്ട്. നിസ്കരിക്കുന്നു അവനും സമുദായത്തിൽപ്പെട്ടതാണ്. ഞങ്ങളെ കൊയിലാണ്ടിയിലെ ഒരു രസകരമായൊരു കഥയുണ്ട്. കേട്ടിട്ടുണ്ടാവും. സുന്നി മുജാഹിദ് തർക്കമുണ്ടായപ്പോൾ ഒരു പള്ളിയിൽ പരിഭാഷ വെക്കുന്നു എന്ന് പറഞ്ഞു. പരിഭാഷ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി. നമ്മളെ പള്ളിയിൽ അങ്ങനെ വെള്ളിയാഴ്ച കുത്തുമൊക്കെ പരിഭാഷ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 10-20 മല്ലന്മാരവിടെ ഒന്നിങ്ങനെ കാവൽ നിൽക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ബാങ്കൊക്കെ പിടിച്ച് ഈ മല്ലന്മാരിങ്ങനെ മുന്നിൽ തന്നെയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇമാമ് കുത്തുബ തുടങ്ങി. അപ്പോൾ മുന്നിലുള്ള ഈ ക്യാപ്റ്റനായിട്ടുള്ള മല്ലൻ പറഞ്ഞു, കുത്തുബ ചെയ്താൽ നോക്കി കുത്തുബ അറിയില്ല എന്നാലും നമ്മൾ മുന്നിൽ പറഞ്ഞു, എൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളപ്പുറത്ത് നിങ്ങൾ വിളിച്ചാൽ മതി. ഇവർക്ക് പള്ളിയിൽ പോകുക എന്ന് പറയുന്നൊന്നുമില്ല. ഇവർക്ക് ഈ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ എന്താ? ഈ പരിഭാഷയുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രശ്നം എന്താ വിളിച്ചാൽ മതി എന്ന് പറയുന്ന അത് സമുദായം. മതമല്ല, മതം അപ്പുറം കിടക്കുന്നുണ്ട്. അതിന്റെ പൂർണ്ണതയും അതിന്റെ എല്ലാവിധ എന്താണ് സർഗാത്മകതയും നിൽക്കുന്ന ഒരു മതം അപ്പുറമില്ല. ആയിഷ, നീ കല്യാണ വീട്ടിലേക്ക് പോകുന്നില്ലേ? നിന്നെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ് നമ്മൾ. ആയിഷ ബീബിയോട് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു, മദീനത്തെ ഏത് വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ പാറ്റേർത്തിയായിട്ട് പോയിരുന്നത് നമ്മുടെ ആയിഷ ബീബി ഒന്നിയെ. എന്തേ? മോശക്കാരിയാണ്. നമ്മൾ പലപ്പോഴും ഒപ്പന കളിക്കാൻ പോയിരുന്നു. ഒപ്പം അവരുടേതായ ഒരു കളിയായിരിക്കാം. ഒപ്പന ഇന്നത്തെ പോലെ നമ്മൾ മുഹമ്മദ് അലിയെ പോലെ സ്റ്റാറിട്ട് കളിക്കണമെന്നായിരിക്കില്ല. പക്ഷെ അവിടെ ഒരു കളി ഉണ്ടായിരുന്നു, അവിടെ ഒരു താളം ഉണ്ടായിരുന്നു, അവിടെ ഒരു സർഗാത്മകത ഉണ്ടായിരുന്നു. ഈ സർഗാത്മകതയെയും താളത്തെയും കൂട്ടിയോജിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പേരാണ് പുണ്യപ്രവാചകന്റെ പേര്. അതല്ലാതെ മസിൽ പിടിച്ച് മദീനയിലുള്ള തെരുവിലൂടെ നടന്ന ഒരു മനുഷ്യനല്ല. മനുഷ്യന്റെ വേദനകൾ, യാതനകൾ, പ്രയാസങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, പലപ്പോഴും ക്ഷോഭം പോലും അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ. അത് നമ്മൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പുതിയ പുസ്തകങ്ങളിലേക്ക് പോകണം, വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും വായിച്ച് മനസ്സിലാക്കണം. എന്നോട് ഒരാൾ പറഞ്ഞു, റസൂലിന്റെ ചോര കുടിക്കുന്നവൻ സ്വർഗത്തിൽ പോകും. ഇതാന്ന് പറയാൻ പറ്റും? സ്വഹീഹയിൽ പറ്റും. അള്ളാന്റെ റസൂലിന്റെ ചോര കുടിക്കുന്നവര് സ്വർഗത്തിൽ പോകും. അള്ളാന്റെ റസൂലിന്റെ മുടി ഒരു കഷ്ണം കൊണ്ട് വെച്ചാൽ മതി, ഒരേലെ അലമാറയിൽ വെച്ചാൽ മതി, എന്നാ നമുക്ക് സ്വർഗം. മദീനയിലെ കില്ല, കാബാലയത്തിന്റെ കില്ല മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വീട്ടിലേക്ക് സൂക്ഷിക്കുക, എന്നാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അനുഗ്രഹം ഉണ്ടാവും. കേട്ടിട്ടില്ലേ നിങ്ങൾ? TV-യിൽ നിങ്ങൾക്ക് പരസ്യം കാണാൻ കഴിയും, കുബേരൻ കുഞ്ചി. അതുപോലെ തന്നെ ഒരു മോതിരമുണ്ട് പുതിയത്, എല്ലാ നേരമുള്ള പരസ്യമുള്ള ഒരു മോതിരത്തിന്റെ പേരെന്തായാലും മേരു റിങ്. കേട്ടിട്ടില്ലേ? മേരു റിങ് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അനുഗ്രഹം വരും. അങ്ങനെ ആളുകൾ, മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ അവിടെ പോവാണ്. സ്വകാര്യമായിട്ട് മേരു റിങ് ധരിക്കുന്ന ആളുണ്ട്. കോഴിക്കോട്ടെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരാള്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ പേര് ചോദിക്കരുത്, MC ചോദിക്കരുത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാനൊരു മോതിരം കണ്ടു. ഞാൻ ചോദിച്ചു, ഇത് സ്വർണ്ണമാണോ എന്ന്. പറഞ്ഞു സ്വർണ്ണമല്ല, ഇതെന്താ പറയാ, തമ്പാക്കില്ലേ, സ്വർണ്ണവും ഇതൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന അത് നമുക്ക് ഹലാലാന്ന് പറഞ്ഞു. ശരി, ഞാൻ നിങ്ങളുടെ മോതിരത്തിന്റെ മുകളിൽ നോക്കുന്നവരും 9 കല്ലുകളുണ്ട്, രത്നക്കല്ലുകൾ. രത്നമൊക്കെ ഹറാമല്ലല്ലോ, രത്നം ധരിക്കാം. പക്ഷെ ഈ 9 കല്ലുകൾ എന്ന് പറയുന്നത് നവഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിശ്വാസമാണ്. നവഗ്രഹങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 9 രത്നക്കല്ലുകൾ പതിച്ചിരിക്കുന്ന മോതിരം ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ശരീരത്തിൽ അരിയും. റൂബി എന്ന് പറയുന്ന കല്ല് ധരിക്കാൻ കാരണം അയാൾ ആ നക്ഷത്രത്തിൽ ജനിച്ചവരായിരിക്കണമെന്ന്.
ഈ വിശ്വാസവും പേറി നടക്കുന്നവനെയാണ് നമ്മൾ എന്ത് പറയുക, സമുദായം എന്ന് പറയുക. അത് മതമല്ല. മതം വേറെയാണ്. മതം നിങ്ങളോട് നവഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നവഗ്രഹത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സമുദായമാണ്. ആ കാളയുടെ കൊമ്പിൽ ഭൂമി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചതും സമുദായമാണ്. തലനാരയായിട്ട് കീറിയിട്ട് നേരിയ പാലം കെട്ടി അതിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ നടത്തിക്കുക എന്ന് വിശ്വസിച്ചത് സമുദായം. അപ്പൊ ഈ സമുദായത്തെ പുതിയ ചിന്തയിലേക്ക്, പുതിയ കാലത്തേക്ക് അപ്ഡേറ്റ് ചെയ്ത് വിടുക. നിലനിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പുസ്തകങ്ങളില്ലാതെ, അറിവില്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. പുതിയ കാലങ്ങളത്, പുതിയ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ നെറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഏത് പുസ്തകവും ലോകത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടാൻ കഴിയും. ആ പുസ്തകത്തിന്റെ ഡാറ്റ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന അറിവും അനുഭവവും നെറ്റ് വായിച്ചാൽ നമുക്ക് കിട്ടില്ല. ഒരു സിനിമ കണ്ടാൽ കിട്ടില്ല. സിനിമ വായിച്ചാൽ കിട്ടില്ല. പിന്നെ അതില് ബാല്യകാല സഖി, ഞാൻ അവസാനിപ്പിക്കാം. ബാല്യകാല സഖി എന്ന് പറയുന്നത് ബഷീറിന്റെ ഏറ്റവും എന്ന് പറഞ്ഞ വൈകാരികമായിട്ടുള്ള നോവലാണ്. അതിൽ മജീദും സുഹറയും ഉണ്ട്. മജീദും സുഹറയും പ്രണയത്തിലായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കത്തെഴുതി കൊടുത്തിട്ട് ഇന്റർനെറ്റിൽ ഹായ് പറയുന്ന പ്രേമമല്ല. അവർ അയൽവക്കക്കാരായിരുന്നു. ചെറുപ്പത്തിലേ അവർ ഒന്നിച്ച് കളിച്ച് പഠിച്ച് നടക്കുകയും അവസാനം മജീദ് വിചാരിച്ചു എന്താണ്, സുഹറ എനിക്ക് കല്യാണം കഴിക്കണം, ആയിക്കോട്ടെ കുഴപ്പമില്ല രണ്ടു കൂട്ടരും. പക്ഷെ വിധി എന്താക്കി, മജീദിനെ മാറ്റിക്കളഞ്ഞു. മജീദിന്റെ കുടുംബ ദരിദ്രമായി, പട്ടിണിയായി, എല്ലാം കഴിഞ്ഞ് അങ്ങനെ പോയി. മജീദ് ഒരിക്കൽ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴേ അറിയുന്നത് സുഹറയെ ഒരു മൂന്നാമത്തെ ആള്, മൂന്നാം കെട്ടുകാരൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അയാൾ ഒരു അറവുകാരനായിട്ട്, അറവ് എന്ന് പറഞ്ഞാൽ മോശം കേട്ടോ. അറവ് എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവത്തെ കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഷീർ ഉപയോഗിച്ചൊരു ഒരു സിമ്പിൾ മാത്രമാണ്. മൂന്നാമത്തെ എന്താണ് കെട്ടുകാരൻ സുഹറയെ കല്യാണം കഴിച്ചു പോയി. മജീദ് എന്താണ് ഉടനെ പ്രേരണസീർന്ന പോലെ ഒരു പാട്ട് പാടിയൊന്നുമില്ല. മജീദ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു സുഹറ ഏടാണ് ഉമ്മാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു മോനെ നമ്മൾ സുഹറാന്റെ കല്യാണം കഴിഞ്ഞു പോയി, ഒരു വീട് വല്ലാത്ത കഷ്ടത്തിലാണ്, അവളുടെ ഭർത്താവ് ക്രൂരനും നിന്ദ്യനൊക്കെയാണ്, എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. ബഷീർ നേരെ എന്ത് ചെയ്താണ്, സുഹറയുടെ അടുത്തേക്ക് പോകും. സുഹറയുടെ അടുത്തേക്ക് പോയിട്ട് സുഹറയെ കണ്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കിങ്ങനെയായിരുന്നു ജോലി, കഷ്ടപ്പാടാണ്, എൻ്റെ എന്താണ് ശരീരം എല്ലാവരും ക്ഷണിച്ചിരിക്കും, ഞാൻ രോഗിയാണ്. സുഹറയോട് ചോദിച്ചു. സുഹറയുടെ എല്ലാ സൗന്ദര്യവും ചോർന്നു പോയിട്ട്, സുഹറയുടെ കൈ മെലിഞ്ഞ് തൈര് പോയിരിക്കുന്നു. തൻ്റെ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്ന സുഹറയല്ല തൻ്റെ മുന്നിലുള്ളത്, ഒരു പ്രേത ശരീരമാണ്. പക്ഷേ ബഷീർ തീരുമാനിച്ചു, സുഹറയോട് ചോദിച്ചു, എന്നെ ഭർത്താവ് ഉപേക്ഷിച്ചതല്ലേ? ആ, എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ സുഹറയെ കല്യാണം കഴിച്ച് അവളെ രക്ഷപ്പെടുത്തിട്ട് അങ്ങനെ കല്യാണം കഴിച്ച് രക്ഷപ്പെടുത്താനൊക്കെ തീരുമാനിച്ച് ബഷീർ യാത്ര നിൽക്കുകയാണ്. അവിടെയാണ് ഒരു പുസ്തകം വായിച്ചാലുള്ള അനുഭവവും സിനിമ കണ്ടാലുള്ള അനുഭവവും രണ്ടാണെന്ന് പറയാൻ കാരണം. ബഷീർ നേരെ എന്ത് ചെയ്യുന്നു, സുഹറയോട് യാത്ര ചോദിക്കാൻ പോകും. ഞാൻ പോവുകയാണ്, ഇരുമ്പിൻ്റെ പെട്ടിയൊക്കെ എടുത്ത് കൊല്ലായാലും വിളിച്ച് പെട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ പോയി വന്നിട്ട് എന്നെ കല്യാണം കഴിക്കുക. സുഹറ കരഞ്ഞ് കവിളുകൾ ഒട്ടി മുടി കൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരു പ്രേത ശരീരമായി പോയിരിക്കുന്ന സുഹറ. ബഷീറിൻ്റെ മുഖത്തേക്ക് നോക്കി. ബഷീർ യാത്ര പറയുന്നതിന് മുമ്പ് ബസ്സിൻ്റെ ഓൺ കേട്ടപ്പോൾ തിരക്കായി പുറത്തേക്ക് പോകും. മജീദ് പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വായനക്കാരന് കൊടുക്കുന്ന ഒരു അവിടെ ബഷീർ ഒന്നും പറയുന്നില്ല. മജീദ് യാത്ര പറഞ്ഞ് ബസ്സിലേക്ക് കയറിപ്പോകും. സുഹറ മൗനമായിട്ട് മജീദിനെ നോക്കി വയ്ക്കുകയാണ്. സുഹറ എന്തോ പറയാൻ ഉദ്ദേശിച്ചു. പറയാൻ നേരം കിട്ടിയില്ല. അപ്പോഴേക്ക് എന്ത് ചെയ്തിരുന്നു, ബസ് വന്ന് യാത്രയാണ്. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മജീദിന് കിട്ടിയിരിക്കുന്ന കത്തിൽ സുഹറയുടെ കൈപ്പടയല്ല, എഴുത്തിൽ വ്യത്യാസം. അപ്പോൾ തന്നെ എന്തോ ഒരു അപകടം ഉണ്ടായി, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. മജീദ് തിരിച്ച് വീണ്ടും എന്താണ് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഉമ്മയുടെ കത്തിൽ പറയുകയാണ്, മോനെ നമ്മുടെ സുഹറ കഴിഞ്ഞ ആഴ്ച മരിച്ചു. അവൾക്ക് ദീനമായിരുന്നു. ക്ഷീണിച്ച് ഒരാഴ്ചയോളം കിടന്ന് അവർ മരിച്ചുപോയി. മജീദിന് പിന്നീട് ലോകത്തിലെ തൻ്റെ എല്ലാ സങ്കല്പങ്ങളും ചോർന്നു പോകുകയാണ്. ചെറുപ്പത്തിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് ഒന്നിച്ച് പഠിച്ച് ഒരേ അയൽക്കൂട്ടുകാരായി കളിതമാശ പറഞ്ഞ ആ പ്രതീക്ഷ അവസാനിക്കുക. പക്ഷെ അവിടെ വായനക്കാരന്, ഞാനും നിങ്ങളും ആ നോവൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വരി അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. എന്താണ് വരി എന്ന് പറഞ്ഞാൽ, സുഹറ അന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? അവിടെ ബഷീർ ആ നോവൽ അവസാനിപ്പിക്കുകയാണ്. വളരെ ചെറിയൊരു നോവൽ. നമ്മളെ മനസ്സിലെന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ മനസ്സിലാക്കിയത് സുഹറ പറയാൻ ഉദ്ദേശിച്ചത്, മജീദെ നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാവുകയില്ല.
ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 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 വായനക്കാരൻ, ഒരു ആസ്വാദകൻ എന്ന രീതിയിൽ എൻ്റെ മനസ്സിലുള്ളത് ചിലപ്പോൾ സ്വഹറ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ് ഒരു പുസ്തകം വായിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. അപ്പം വായിക്കുക, വായന തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി തരും. മാറ്റങ്ങൾ മാത്രമല്ല, ആരുടെ മുന്നിലും ആണത്തത്തോടു കൂടി നിൽക്കാൻ കഴിയുന്നതാണ് വായനാശീലമുള്ളത്. വായിക്കാൻ കഴിയുന്നവരാണ്. സാധാരണ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. ഒരു സമുദായം ഒരു കാലത്ത് വളഞ്ഞു പോയിരുന്നു. ആ വളവിനെ നിവർത്തിയതാണ് നവോത്ഥാന നായകന്മാർ ആരംഭിച്ചിരിക്കുന്ന പുസ്തകങ്ങളും ലൈബ്രറികളും പഠനങ്ങളുമാണ്. തീർച്ചയായിട്ടും MCയെ പോലെയുള്ള ആളുകൾ ഈ വായനയെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ വെളിച്ചവും അവസാനിക്കും, എല്ലാ വെളിച്ചവും കെട്ടുപോകും. ഞാനും നിങ്ങളുമൊക്കെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് അസ്തമിച്ചു പോകും. എല്ലാ കാലവും ഇവിടെ ആരും ജീവിച്ചിരിക്കുകയില്ല. എല്ലാ കാലത്തും എല്ലാവരും അധികാരികളായിട്ടിരിക്കുകയില്ല. എല്ലാ അഹന്തകൾക്കും എല്ലാ അധികാരങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഒരു അവസാനമുണ്ട്. ആ അവസാനത്തിലേക്കാണ് ഞാനും നിങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങളും കഥകളും നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നതും അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാലത്തിനിടയിൽ നമുക്ക് അടയാളപ്പെടുത്തി വെക്കാൻ കഴിയുന്നതാണ് ലൈബ്രറികൾ. നമ്മൾ 37 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരിക്കുന്ന ഈ ലൈബ്രറിയുടെ സംഘാടകരിൽ പലരും ഇപ്പോൾ ഈ പള്ളി ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ടാകും, പലരും ഉണ്ടാകാം. അവരൊക്കെ എന്താണ്, അവർ കോറിയിട്ടിരിക്കുന്ന അടയാളങ്ങളാണ് ഇതിൻ്റെ ഓരോ പുസ്തകങ്ങളും. ആ അടയാളങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ തലമുറ സഞ്ചരിച്ച് പുതിയ കാലത്തിലേക്ക് പോകേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. ഈ പുതിയ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇവിടെ എല്ലാവരും ഉണ്ട് ഇതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള ഒരു വിരൽ ഞൊടിച്ചാൽ 10,000-ങ്ങളും ലക്ഷങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഒരു കിഡ്നി പേഷ്യന്റിന്റെ പേര് നമ്മൾ വാട്സപ്പിലേക്ക് ഇടുമ്പോഴേക്കും, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ച് വാർത്തകൾ പറയുമ്പോഴേക്കും ലക്ഷങ്ങൾ ഒഴുകി വരുന്നു. നമ്മളെ സമുദായത്തിന്റെ ലിവറും നമ്മുടെ സമുദായത്തിന്റെ കിഡ്നിയൊക്കെയാണ് ഈ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥാലയങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് പുതിയൊരു കൂട്ടായ്മയിലൂടെ, ഒരു 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 സമയബന്ധിതമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ ഇവിടെ മുളച്ചു പൊന്താൻ കഴിയുന്ന, ഭൂമിയുടെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന മരുഭൂമിയിൽ ഒരൊറ്റ മഴ കൊണ്ട് മുളച്ചു പൊന്തുന്നത് പോലെ ഒരു ലൈബ്രറി കെട്ടിടം ഉയർത്തിക്കൊണ്ടുവന്നു. ഈ പ്രതീക്ഷ അവസാനിക്കാത്ത എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തെ പ്രതിനിധാനം ചെയ്യാത്ത, വീണ്ടും വീണ്ടും അകലങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകട്ടെ, ചിന്തകൾ ഉണ്ടാകട്ടെ, കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. അത് ഈ സമുദായത്തെ, മതത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ്, അത് ഈ സമുദായത്തെ പരിരക്ഷിക്കാൻ ആവശ്യമാകുന്ന രീതിയിൽ വളർന്നു വരികയും ഉയർന്നു വരികയും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന് തുടക്കം കുറിച്ചതായി MCക്ക് വേണ്ടി മാത്രം പറഞ്ഞതായിട്ട് അറിയിക്കുന്നു. നന്ദി.